എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ആമിഷ് വില്ലേജിലേക്കാണ്. ഒരു പ്രത്യേക തരം കൾച്ചറിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ആമിഷുകാർ. അപ്പോൾ അവരുടെ ആ സ്ഥലവും ആ ആളുകളെയും അവിടുത്തെ ജീവിത രീതിയും ഒക്കെ നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളിപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല രസമുണ്ട്. ഇവിടെ ഇരിക്കാൻ ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ ഇൻട്രോ ഇവിടെ സൈഡിൽ നിന്ന് ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ബെഞ്ചിലിരിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇവിടെയൊക്കെ ഭയങ്കര വെയിൽ. അപ്പോൾ നമുക്കിനി സമയം കളയണ്ട, വേഗം തന്നെ ആമിഷ് വില്ലേജിലേക്ക് പോകാം. ഇവിടുന്ന് 2 മണിക്കൂറുണ്ട്. പോകാം, വടി പത്തു. ഈ ആമിഷ് വില്ലേജ് പെൻസിൽവാനിയയിലാണ്. പിന്നെ പോകുന്ന വഴികൾ ഞാൻ അധികമൊന്നും കാണിക്കണില്ല, കാരണം നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഹൈവേയിലൂടെയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളിപ്പോൾ നേരെ റെസ്റ്റ് ഏരിയയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗെയ്സ്, നമ്മളിപ്പോൾ അതേ റെസ്റ്റ് ഏരിയയിൽ വന്നേക്കും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണ വന്ന റെസ്റ്റ് ഏരിയയില്ലേ, അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോഴും വന്നേക്കണം. എന്തിനാണെന്നറിയോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പാർസൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാര്യം നമ്മുടെ അവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല ഈ ആമിഷ് വില്ലേജിലേക്ക്. എങ്കിൽ പോലും നമുക്ക് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പാർസൽ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടേക്ക് ഇരുന്ന് കഴിക്കാമല്ലോ, രസമല്ലേ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന കേട്ടോ. ഞങ്ങൾ അതേ സീറ്റിൽ തന്നെ പോയിരിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ബാക്കിലായിട്ട് കാണാണ്ട് ഇവിടെയാണ് ആ റെസ്റ്റ് ടോയ്ലറ്റിലൊക്കെ പോകാനും ഫ്രഷ് ആവാനൊക്കെ ഉള്ള ഏരിയ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേഗം തന്നെ കഴിക്കാം കേട്ടോ. പുട്ട്, മുട്ടക്കറി, ബീഫ് ഫ്രൈ, ഇത് 3 കേട്ടോ നമ്മൾ പാർസൽ ചെയ്ത് കൊണ്ടുവന്നത്. നമ്മൾ കഴിഞ്ഞ തവണ ചിക്കാവൂർ പോയപ്പോൾ ഇതേമാതിരി ഇരുന്ന് കഴിച്ചില്ലേ ഒരു റെസ്റ്റ് ഏരിയ, ആ സെയിം റെസ്റ്റ് ഏരിയ തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് അതേ വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ്. ഹൈവേയിലൂടെയാണ് പോയെങ്കിലും പിന്നെ കുറേ ദൂരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉള്ളുവഴിയിലേക്കൊക്കെ പോകേണ്ടതായിട്ട് വന്ന്. അപ്പോൾ അതേ ഒരുപാട് തോട്ടങ്ങളും ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിതേ ഒരു ട്രെയിനിൻ്റെ ഒരു മ്യൂസിയം കണ്ടായിരുന്നേ. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി കുറേ നേരം ഇവിടെ ഒരു എന്താ പറയുക, ഒരു കുറച്ച് നേരം ഒന്ന് കറങ്ങിയായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ അതും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിയാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതേ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ആമിഷ് വില്ലേജ് എത്താറായി. അപ്പോൾ അതേ കുതിരവണ്ടികളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഈ ആമിഷുകാരുടെ പ്രധാന വാഹനം ഉണ്ടോ ഈ കുതിരവണ്ടി എന്നുള്ളത്. അപ്പോൾ അവരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. അങ്ങനെ അതേ നമ്മളപ്പോൾ അതേ ആമിഷ് വില്ലേജ് എന്ന് പറഞ്ഞ ആ ഒരു മെയിൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ. പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങണില്ല, നമ്മൾ നേരെ പോവുകയാണ്. പിന്നെ മാത്രമല്ല ഇവിടെ ഒരു ബസ് റൈഡൊക്കെ ഉണ്ട്. അപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അവിടെയൊക്കെ മൊത്തത്തിലൊന്ന് ചുറ്റി കാണിക്കും. പക്ഷേ നമ്മൾ ബസ്സിലല്ല കേട്ടോ ഇന്ന് കറങ്ങാൻ പോകുന്നത്. നമ്മളിന്ന് കുതിരവണ്ടിയിലാണ്. അതാണല്ലോ കുറച്ചും കൂടി രസം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വന്നാൽ അതിന് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോകണം കേട്ടോ. ഇതും കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗത്ത് എത്തണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ അതേ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ആ സ്ഥലം എത്തിയിട്ടുണ്ട്. അതേ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ കുതിരവണ്ടിയുടെ ഒരു ഭാഗം. അതിനൊക്കെ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ ചോദിച്ചിട്ടൊക്കെയാണ് വന്നത്. അല്ലെങ്കിൽ ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇത് ക്ലോസ്ഡ് ആണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അങ്ങനെ അപ്പോൾ അതേ നമ്മളങ്ങനെ അതിൻ്റെ അകത്ത് കയറി. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ വന്നപ്പോഴത്തേന് വണ്ടികളൊക്കെ കിടക്കണാണ്ടില്ലേ. അങ്ങനെ അതേ നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. നല്ല തിരക്കാണ്. ടിക്കറ്റ് എടുത്ത് നമ്മൾ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം, എന്നാലുള്ളൂ നമുക്ക് കുതിരവണ്ടി കിട്ടുള്ളൂ. ഗെയ്സ്, നമ്മളിപ്പോൾ അതേ കുതിരവണ്ടിയിൽ കയറാൻ പോവാം കേട്ടോ. റൈഡിന് ഒരു 1/4 മണിക്കൂർ ഉണ്ടെന്ന് തോന്നണം. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, മലയാളികളൊക്കെ കണ്ട് നമ്മൾ. അവിടെ വെയിറ്റ് ചെയ്യണ ഏരിയയാണ്, അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ കുറേ കോഴി, ആട്, കുതിര അതൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിനെയൊക്കെ ഫീഡ് ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ കാണിച്ചു തരാവേ. എന്നിട്ട് നമുക്ക് അവിടെ കുഞ്ഞു പാർക്കൊക്കെ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമുക്ക്
കുതിരവണ്ടി കയറാം. ഇതാണ് കുതിരവണ്ടി. കണ്ട ഓരോരുത്തർ പോയിട്ട് ഇങ്ങനെ തിരിച്ച് വന്നതാണ് ആ കാണുന്നത്. അപ്പോൾ ഇവിടെ പല പാക്കേജാണ്, അതായത് ഓരോ ടൈം അനുസരിച്ച് 3/4 മണിക്കൂർ, 1 മണിക്കൂർ അങ്ങനെയൊക്കെയാണ്. പിന്നെ ബസ്സും ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ബസ്സിന് പോകണ്ടെന്ന് വിചാരിച്ച് ഇതല്ലേ രസം, അങ്ങനെയാണ് കേട്ടോ നമ്മളിത് സെലക്ട് ചെയ്തത്. എന്താ ആളുകളൊക്കെ ഇരിക്കണണ്ട. ഈ കുതിരവണ്ടി ഓടിക്കണ അപ്പൂപ്പനെ കണ്ടില്ലേ, ഇതാണ്ടോ ആമിഷുകാരുടെ വേഷം. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ആ ഒരു പൂക്കൾ പാമയിൽ പോയ അതേ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെയും. അതായത് ഈ പെറ്റുകളൊക്കെ ഉള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ അതേ സെയിം കോഴികൾ, കുതിരകൾ, ആട് അതൊക്കെയാണ് ഇവിടെയും കാണാനുള്ളത്. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും കുട്ടികൾക്കൊക്കെ കുറച്ച് നേരം എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ കുതിരവണ്ടി നമ്മളിങ്ങനെ നിന്ന് കുറേ നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. കാര്യം കുറേ കുതിരവണ്ടി ഉണ്ടെങ്കിലും എല്ലാവരും ഇങ്ങനെ റൈഡിന് വേണ്ടി പോയേക്കാണ്. അപ്പോൾ അത് തിരിച്ചു വന്നാലാണല്ലോ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും നേരം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ നേരം വരെയും കുട്ടികൾക്കൊക്കെ ഒരു നേരം പോക്ക് അത്ര തന്നെ. നമുക്ക് ഇവർക്ക് ഫീഡൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അവിടെ അതിൻ്റെ ഒരു കൗണ്ടറൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഫുഡ് വാങ്ങി ഇവർക്ക് കൊടുത്തതിന് ശേഷം അവിടെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, അതിലേക്ക് നമുക്ക് അതിൻ്റെ പാത്രങ്ങളൊക്കെ ഇടാം. ഓരോ ഡ്രൈവർമാർ ഇങ്ങനെ കുതിരവണ്ടി ഫ്രീ ആയി കഴിയുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്യണവരെ വിളിക്കും. അങ്ങനെയാണ്. ഇതേ കണ്ടില്ലേ, ഒരു ഫാമിലി ഇപ്പോൾ അടുത്ത റൈഡിനായിട്ട് പോകുന്നുണ്ട്. പാത്തോടെ നോക്കാം നോക്കാം നോക്കാം. എവിടെ? അയ്യോ പേടിച്ചാ? അതൊക്കെ വന്നാ മതി. നേരത്തെ ആടെ അപ്പുറത്ത് നിൽക്കുമായിരുന്നു ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേനും. ഇപ്പോൾ വന്ന് നോക്കിയപ്പോൾ അത് ഇപ്പുറം വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതൊക്കെ കടിക്കുമെന്നും പറഞ്ഞ്. ഞാൻ ആദ്യമായിട്ടാണ് ആടിങ്ങനെ കടിക്കുമോ പറയാൻ പറ്റില്ല. ഇവിടുത്തെ ആടുകൾ എങ്ങനെയെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ പിന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യണം, എങ്ങാനും കടിച്ചാലോ. അങ്ങനെ കുറേ നേരം അതുങ്ങളെയൊക്കെ നോക്കി ഇങ്ങനെ നിന്ന് എങ്ങനെയെങ്കിലും സമയം പോകണ്ടേ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടോ നമ്മുടെ കുതിരവണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുതിരവണ്ടി എത്തി. അപ്പോൾ ഈ കുതിരവണ്ടി ഓടിക്കണത് ഈ അമ്മൂമ്മയാണ്ടോ. അപ്പോൾ ഈ അമ്മൂമ്മയുടെ വേഷം കണ്ടില്ലേ, ഇതാണ് ഈ ആമിഷുകാരുടെ വേഷം. ഇവരെല്ലാവരും ഇങ്ങനത്തെ വേഷമാണ്. ആണുങ്ങൾക്ക് ഞാൻ നേരത്തെ അപ്പൂപ്പനിട്ട ഡ്രസ്സ് കണ്ടില്ലേ, അങ്ങനെയും പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ഡ്രസ്സുമാണ്. നല്ല രസമുണ്ടല്ലേ ഇവരുടെ ആ ഒരു വേഷം കാണാനായിട്ട്. അപ്പോൾ ഇനി ഇവരുടെ കൾച്ചറിനെ കുറിച്ച് പറയാനാണെങ്കിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഈ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ള ഒരു വിഭാഗം ക്രിസ്ത്യൻസിനെ ഉണ്ടോ ഈ ആമിഷുകാരെന്ന് പറയണത്. ഇവരുടെയൊക്കെ വീടുകളിൽ എന്താ പറയുക, TV, അതുപോലെ തന്നെ ഫോണുകൾ, ഇൻ്റർനെറ്റ് ഇതൊന്നുമില്ല കേട്ടോ. ഇവർക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല. ഇവർ ജീവിക്കണത് കൃഷികളും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഇവർ ജീവിക്കണത്. അതുപോലെ തന്നെ ഇവർ കഴിക്കണ ഭക്ഷണങ്ങൾ എല്ലാം ഇവർ ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കും. അതിനുള്ള സാധനങ്ങളൊക്കെ പുറം ലോകത്തൊന്നും ഒരു കാര്യത്തിനും ഇവർ ആശ്രയിക്കില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക തരം കൾച്ചറാണ് കേട്ടോ ഇവരുടെ ജീവിത രീതി എന്ന് പറഞ്ഞത്. ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. നമുക്കൊക്കെ ഒരു ഫോണില്ലാതെയൊക്കെ അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് ഇല്ലാതെയൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റുമല്ലേ. ഇവരങ്ങനെയൊക്കെയാണ് കേട്ടോ ജീവിക്കണത്. അപ്പോൾ ഇവരിപ്പോൾ നമ്മളെ കൊണ്ടുപോകണത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ വീടുകൾ, അതുപോലെ തന്നെ ഇവരുടെ കൃഷിയിടങ്ങൾ, സ്കൂളുകൾ, സ്ഥാപനങ്ങൾ, അങ്ങനെ ഓരോന്നൊക്കെയാണ് കേട്ടോ കാണിക്കണത്. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഈ കാണുന്നതൊക്കെ ചോളം കൃഷികളാണ്. ഇതൊക്കെ ഇവരുടെ കൃഷിയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവർക്ക് വേണ്ട ഭക്ഷണം പാചകം ചെയ്യാനുള്ള എല്ലാ സാമഗ്രികളും ഇവർ ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കും. അതുപോലെ തന്നെ ഫാമുകൾ എല്ലാം ഇവിടെ തന്നെ ഇവർക്ക് വേണ്ടതെല്ലാം ഇവരുടെ ഈ ഏരിയയിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ വാഹനങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇവരുടെ പ്രധാന വാഹനമാണ് ഈ കുതിരവണ്ടി. ഫാമിലി ആയിട്ടൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണത് ഈ കുതിരവണ്ടിയിലാണ്. അല്ലെങ്കിൽ അവർ നടന്നു പോകും അങ്ങനെ. അല്ലാതെ കാറോ അങ്ങനെ വേറെ ഒരു മോട്ടോർ വാഹനങ്ങളോ ഒന്നും ഇവർ ഉപയോഗിക്കില്ല. പിന്നെ ഒരു സൈക്കിൾ പോലത്തെ ഒരു ഇതുണ്ട് കേട്ടോ. ഇവർ ഒറ്റക്കൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ സൈക്കിള്, അതായത് നമ്മളൊക്കെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചവിട്ടിയല്ലേ കൊണ്ടുപോയി, ഇവർക്ക് ഇങ്ങനെ പെഡലില്ലേ, അതില്ല. ഇവരിങ്ങനെ കാല് വെച്ച് ഇങ്ങനെ തുഴഞ്ഞ് പോകുന്ന ഒരു വാഹനമാണ് ഇവർ ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ ഒരു സൈക്കിളാണ്. ഭയങ്കര രസകരമായിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. അതൊക്കെ നമുക്കിപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും.
പിന്നെ ഇവർ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നിനും നിന്ന് തരില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ അമ്മൂമ്മേനെ കൂടുതലും അങ്ങനെ ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാത്തത്. ഇവർക്ക് അങ്ങനെയാണ്, കാരണം എന്ന് വെച്ചാൽ ഇവരുടെ കൾച്ചർ അങ്ങനെയാണ്, ഇവർക്ക് അങ്ങനെ എടുക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇവരുടെ രീതി. അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ 2024 ആയപ്പോഴത്തേനും കുറേ മാറ്റങ്ങളൊക്കെ വന്നെന്നാണ് ഈ അമ്മൂമ്മ പറയണത്. TV-കളൊക്കെ വന്നു തുടങ്ങി, ഫോണുകളൊക്കെ പതുക്കെ ഉപയോഗിച്ച് തുടങ്ങി എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും നാളും ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പല പല വീടുകളും ഈ കാണുന്നതൊക്കെ Airbnb വഴി ടൂറിസ്റ്റുകൾ താമസിക്കുന്ന വീടൊക്കെയാണെന്നാണ് കേട്ടോ പറയണേ. കാരണം ഇപ്പോൾ പലരും ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇവരാരെ നിർബന്ധിച്ച് ഇതിൽ ഇങ്ങനെ നിർത്തൂല കേട്ടോ. അപ്പോൾ ഇവരിൽ തന്നെ ഇവരുടെ കുട്ടികളാണെങ്കിൽ പോലും ഇവരങ്ങനെ നിർബന്ധിച്ചൊന്നും നിർത്തൂല. 8ാം ക്ലാസ് വരെ ഉള്ളൂ കേട്ടോ ഇവരുടെയൊക്കെ വിദ്യാഭ്യാസം എന്ന് പറയണത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുക. പിന്നെ ഇവർ പുറത്തേക്കൊക്കെ ഈ പിള്ളേരെ വിടും. പുറത്തെ ലോകത്ത് എങ്ങനെയൊക്കെയാണ് നടക്കണം, അവിടുത്തെ ജീവിത രീതി എങ്ങനെയൊക്കെയാണെന്നൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരെ വിടും. എന്നിട്ട് തിരിച്ച് വന്നു കഴിയുമ്പോൾ അവരോട് ചോദിക്കും, അവർക്ക് ഏത് കൾച്ചറിലാണ് ജീവിക്കേണ്ടതെന്ന് അവരോട് ചോദിക്കും. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ രീതി. അല്ലാതെ ആരെയും ഇവിടെ അങ്ങനെ നിർബന്ധിക്കില്ല. എന്തായാലും വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലേ. പിന്നെ അത് ഈ കാണുന്നതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ പശുക്കളാണ് കേട്ടോ. ഈ കറുത്തതും വെളുത്തതൊക്കെ ഇങ്ങനെ പുള്ളികളുള്ളത്. അപ്പോൾ ഇവിടുത്തെ പാലുകളൊക്കെ കൂടുതലും ഈ എന്താ പറയുക, ഹെർഷീസ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നാണ് കേട്ടോ പറയണേ. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ ഹെർഷീസിൻ്റെ. അപ്പോൾ ആ ഒരു ഫാക്ടറിയിലേക്ക് ഇവിടെ നിന്നുള്ള പാലുകളൊക്കെ ഇവർ കയറ്റി അയക്കും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരുപാട് തോട്ടങ്ങൾ കാണാൻ പറ്റി, ഇവരുടെ സ്കൂളുകളൊക്കെ കാണാൻ പറ്റി. സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ഒരു ബിൽഡിങ്ങാണ് കേട്ടോ. എല്ലാ കുട്ടികളും ഒരുമിച്ചിരുന്നാണ് ഇവരൊക്കെ പഠിക്കണത്. അങ്ങനെയൊക്കെയാണ്. ഭയങ്കര രസകരമാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ. ഇവരുടെ വേഷവും ഒക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അത് എല്ലാവരും ഒരേ മാതൃത്തെ വേഷത്തിലാണ് ഇവർ പുറത്തേക്കൊക്കെ ഇറങ്ങണതും ഒക്കെ ഒരേ വേഷത്തിൽ തന്നെയാണ്. പുറത്തേക്ക് ഇവർ പോവില്ല. ഇവർക്ക് ആ ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയ വിട്ടിട്ട് ഇവർ പുറത്തേക്കേ പോവില്ല. ഈ കാണുന്ന വീടൊക്കെ ഇപ്പോൾ ഓരോ Airbnb വഴി താമസിക്കുന്ന വീടുകളാണ്. ഇപ്പോൾ ഇവിടുത്തുകാരൊക്കെ പുറത്തേക്കൊക്കെ പോയി എന്നിട്ട് അവരുടെ വീടുകൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തേക്കാണെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളും വീടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ വന്ന് താമസിക്കാനൊക്കെ നല്ലൊരു രസമായിരിക്കും. ഇതേ തുണികളൊക്കെ കണ്ടില്ലേ, അഴയമ്മ ഇട്ടേക്കണത്. നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ഇവിടെയൊക്കെ അഴയമ്മ ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ഇവർ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. വേറെ എല്ലാവരും ഡ്രയർ വഴിയാണ് തുണികളൊക്കെ ഉണക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പെൻസിൽവാനിയയിലും ന്യൂജേഴ്സിയിലൊക്കെ ഉള്ള എല്ലാ ആളുകളും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഈ ആമിഷ് വില്ലേജ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി. ഇവരുടെ ഓരോ കൾച്ചറും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇവരിങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്നുവരെയൊക്കെ നമുക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മൂമ്മ കുതിര ഓടിക്കൽ മാത്രമല്ല കേട്ടോ, നമുക്ക് എല്ലാ കാര്യങ്ങളും വിവരിച്ച് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗൈഡ് പോലെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു 3/4 മണിക്കൂറത്തെ ഒരു റൈഡാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഓരോ സമയങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3/4 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറൊരു രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവരുടെ ഈ തോട്ടത്തിലുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവർ ഓരോ വീടുകളുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. സവാള അതും അതൊക്കെ നമുക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് വന്നിട്ട് എടുക്കാമായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഈ കുതിരവണ്ടി ഇങ്ങനെ പോയതുകൊണ്ടേ പെട്ടെന്നായിരുന്നു അങ്ങനെയൊക്കെ ഓരോ ഇതൊക്കെ കണ്ടത്. അങ്ങനെ അതേ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു യാത്രയിൽ. എല്ലാം ഒന്നും ഞാൻ എടുത്തെടുത്തൊന്നും പറയണില്ല കേട്ടോ. ജസ്റ്റ് ഇവരുടെ ആ ഒരു കൾച്ചർ ഒന്ന് പറയാമെന്ന് മാത്രം. അങ്ങനെ നമ്മൾ ഉള്ളുവഴികളിലൂടെയൊക്കെ കുറേ പോയിട്ടോ. അതിന് ശേഷം വീണ്ടും നമ്മൾ ആ മെയിൻ റോഡിലേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെ 3/4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ റൈഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ അതേ ആ സ്റ്റാർട്ട് ചെയ്ത ആ പോയിന്റിലേക്കാണ് കേട്ടോ ഇപ്പോൾ വന്നേക്കണത്. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അമ്മൂമ്മ നിന്നില്ല കേട്ടോ പോസ് ചെയ്യാനായിട്ട്. അടിപൊളിയായിരുന്നല്ലേ റൈഡിങ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് വരാം. ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ആടിനൊന്നും കൂടി ഒന്ന് നോക്കിയതാണ് കേട്ടോ.
അപ്പോൾ ഇവിടെയാണ് കേട്ടോ ടിക്കറ്റ് എടുക്കുന്നതും അതുപോലെ തന്നെ ഈ എന്താ പറയുക ഇതിനെ ഫീഡ് ചെയ്യാനുള്ള ഫുഡൊക്കെ കൊടുക്കുന്ന സ്ഥലം. നമ്മളങ്ങനെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ആ നേരത്തെ കണ്ടില്ലേ ആമിഷ് വില്ലേജ് എന്ന് പറഞ്ഞാൽ ആ ബസ് റൈഡൊക്കെ ഉള്ള, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ നമ്മളിങ്ങനെ കുതിരവണ്ടികളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അല്ലാതെ കാറും കൊണ്ട് പോകുന്നവരൊന്നും ഇവിടെ ഉള്ളവരല്ല കേട്ടോ. ഇവിടെ ഈ കുതിരവണ്ടിയിൽ പോകുന്നവർ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഈ ആമിഷുകാരായിട്ടുള്ള ആളുകൾ. ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അല്ലാത്തവരൊക്കെ ജീവിക്കുന്നവരും ഉണ്ടാവുമായിരിക്കും. പിന്നെ നമ്മളിതേ ഇപ്പോൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ആ കാണാണ്ടോ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബസ് കിടക്കണം, അതാണ്ടോ ബസ് റൈഡിന് വേണ്ടിയിട്ട് ആളുകൾ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോയ അതേ സ്ഥലങ്ങളൊക്കെ തന്നെയാണ്, അവർ ബസ്സിന് പോകുന്നു എന്ന് മാത്രം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കുതിരവണ്ടിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാട്ടോ നമ്മൾ കുതിരവണ്ടിയിൽ പോയത്. കാരണം അവരുടെ വാഹനം എന്ന് പറയുന്നത് കുതിരവണ്ടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ആ വണ്ടിയിൽ പോയത്. നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, ജസ്റ്റ് അവിടെ ഒന്ന് നോക്കിയിട്ടോ. പക്ഷേങ്കിൽ നമ്മൾ ചെന്നപ്പോഴത്തേനും സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 5 മണി വരെയൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ മെയിനായിട്ട് ബസ് റൈഡാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇതുണ്ട്, ഈ മ്യൂസിയം പോലെ. അതായത് ഇവരുടെ വീടുകളൊക്കെ അവിടെ ഇങ്ങനെ അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളിതേ കണ്ടില്ലേ, ടിക്കറ്റ് കൊടുത്ത് അകത്ത് കയറണമായിരുന്നു. അതിൻ്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്, അതുപോലെ തന്നെ ആ വീടിൻ്റെ അകത്ത് അവർ ഉപയോഗിക്കണ വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, അങ്ങനെ ഒരു വീടിൻ്റേതായ എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കയറി കാണാനും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അത് മിസ്സായിപ്പോയി. നമ്മളതിൻ്റെ ചോട്ടിൽ തന്നെ ഒരു ആപ്പിൾ മരം കണ്ടായിരുന്നേ. അതിൽ ആപ്പിളൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽപ്പുണ്ട്. പക്ഷെ അതിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ, എന്തൊരു പൊക്കത്തിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ആപ്പിളിൻ്റെ ആ തോട്ടത്തിൽ പോയപ്പോൾ അവിടുത്തെ ആപ്പിൾ മരങ്ങളൊക്കെ എന്ത് ചെറുതായിരുന്നല്ലേ. ഇത് ഭയങ്കര ഹൈറ്റിലാണ് പോയേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് രാവിലെ തുടങ്ങി ഇറങ്ങിയെങ്കിലും നമ്മൾ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് നിർത്തിയല്ലോ, ഒരു തീവണ്ടിയുടെ ഒരു മ്യൂസിയത്തിൽ. അപ്പോൾ അവിടെയാണ് കേട്ടോ നമുക്ക് സമയം പോയിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമുള്ളൂ നമ്മൾ ഈ ആമിഷ് വില്ലേജിലേക്ക് വന്നേ. അതാണ് നമുക്കിത് മിസ്സായി പോയത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോൾ കാണാനുള്ളതൊക്കെ കണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു രീതിയിൽ ഇത് ആളുകൾ കുറേ പേര് നമ്മളെ പോലെ തന്നെ വന്ന് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ, നേരം വഴുകിയെന്നും പറഞ്ഞ്. പക്ഷേ ഇവിടെയൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാം ക്ലോസ് ആയി പോകും. അപ്പോൾ ദേ ഈ കാണുന്നത് വേറെ എന്തോ ഒരു ഫ്രൂട്ടിൻ്റെ ഒരു മരം ഉണ്ടോ. അതെന്ത് ഫ്രൂട്ടാണെന്നുള്ളത് എനിക്ക് പേരത്ര അങ്ങോട്ട് അറിയില്ല. നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ്. അതൊന്നും പറിക്കാനൊന്നും പറ്റില്ലല്ലോ, അതൊക്കെ അങ്ങനെ ഹൈറ്റിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് അങ്ങനെ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണ എക്സിറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് വീഡിയോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അതിങ്ങനെ വലിയ മതിൽക്കെട്ടൊന്നും അല്ലല്ലോ, നമുക്ക് ഇവിടെ എന്നാലും കാണുകയൊക്കെ ചെയ്യാം. ആളുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാനൊന്ന് വീഡിയോ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്നു. അങ്ങനെ എന്തായാലും അതും കാണേണ്ട കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു. അവരുടെ ആ വീടും അവരുടെ ആ എന്താ പറയുക റൂമുകളൊക്കെ അറേഞ്ച് ചെയ്തേക്കണതും വേഷങ്ങളും ഒക്കെ, അതൊക്കെ ഉള്ളിൽ കുഞ്ഞൊരു മ്യൂസിയം പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു ഇവിടെ വന്ന സ്ഥിതിക്ക്. പക്ഷേ എല്ലാം കൂടി കാണലൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഗതികളുണ്ട് അവരുമായി ബന്ധപ്പെട്ടത്. അങ്ങനെ നമുക്ക് നടന്ന് കാണാമായിരുന്നു, പക്ഷേ എല്ലാം മിസ്സായി പോയി. അങ്ങനെ ഞങ്ങൾ പിന്നെ അതേ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ വരുന്ന വഴി കഴിച്ചത്. അപ്പോൾ അതേ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു ടൗൺ ഉണ്ട്, അങ്ങോട്ട് കേട്ടോ പോകണേ. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഇത് കണ്ടില്ലേ കുതിരവണ്ടിക്ക് ആളുകൾ പോകുന്നത്, അതൊക്കെ അവർ തന്നെയാണ് കേട്ടോ ആമിഷുകാർ. അവരവരുടെ ഫാമിലി ആയിട്ടൊക്കെ പോകണമാണ് കാണുന്നത്. അവർ ആ വണ്ടിക്കാണ് ഇപ്പോഴും യാത്ര ചെയ്യണത് കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ സൈക്കിൾ പോലത്തെ ഒരു സംഭവം കേട്ടോ. അവരിങ്ങനെ തുഴഞ്ഞു പോകണുണ്ടോ. അതിന് ആ പെഡലില്ല കേട്ടോ, നമ്മുടെ സൈക്കിളിനെ പോലെ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് പോകണ സാധനമില്ല. ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ തുഴഞ്ഞാണ് അവരതിൽ പോകുന്നത്. അങ്ങനെ അതേ നമ്മളിപ്പം ഒരു ടൗണിലെത്തിയിട്ടുണ്ട്. ആമിഷ് വില്ലേജിനോട് ചേർന്ന് തന്നെ ഉള്ളൊരു വലിയൊരു ടൗണാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഒരു അടിപൊളി സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഒരു എന്താ പറയുക ഒരു ഫുഡ് മാർക്കറ്റ് പോലത്തെ ഒരു സംഭവമുണ്ട്. നമ്മളപ്പോൾ അങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് എത്തിയപ്പോഴത്തേനും 2 സൈഡും വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റാത്തത്ര തിരക്കാണ് കേട്ടോ. ഇത് കണ്ടില്ലേ 2 സൈഡിലും ഫുൾ പാർക്കിംഗ് ആണ്. പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുത്തിക്കയറ്റി ഒന്നും ഇടാനും പറ്റൂല. ഇവിടെയൊക്കെ വണ്ടികൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് തോന്നണ പോലെ ഒന്നും ഇടാനും പറ്റില്ല. അങ്ങനെ നമ്മളിപ്പോൾ അതേ ഒരു ഗ്യാരേജിൽ വന്നിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ കണ്ടതാണ് കേട്ടോ ഒരു വെറൈറ്റി ഒരു ലുക്കിലുള്ളൊരു വണ്ടി കേട്ടോ. നല്ല രസമുണ്ടല്ലേ, ഒരുപാട് വണ്ടികൾ കാണാൻ പറ്റിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷേ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ ആ വണ്ടി ഗ്യാരേജിൽ നിന്നൊക്കെ ഇറങ്ങി. ഇതൊരു അടിപൊളി സ്ട്രീറ്റാണ് കേട്ടോ. ഇത് കണ്ടില്ലേ ബിൽഡിങ്, ഇതൊരു ക്രിസ്ത്യൻ പള്ളിയാണ്. നല്ല രസമുണ്ടല്ലേ അതിൻ്റെ ആ ഒരു
എന്താ പറയുക നിർമ്മിതിയൊക്കെ കാണാനായിട്ട് ആ പെയിൻറ്റിങ്ങും എല്ലാം നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങിൻ്റെയും കളറ് ഏകദേശം ഒരേപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളറല്ലേ, ഒരു ഇഷ്ടികയുടെ ഒരു അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മളങ്ങനെ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, സദേൺ മാർക്കറ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഒരുപാട് ഇങ്ങനെ ഫുഡ് കോർട്ട് പോലത്തെ ഒരു ഏരിയ ഉണ്ട്, ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേനും ചിലതേ ഇവിടേക്കുള്ളതൊക്കെ കുറേ ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ റൗണ്ടായിട്ടാണ് കേട്ടോ, റൗണ്ടായിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഈ മാളിലൊക്കെ ചെല്ലുമ്പോൾ ഫുഡ് കോർട്ടിൽ കയറൂലേ, അതുമാതിരത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. അപ്പോൾ ഒരുപാട് പല പല രാജ്യങ്ങളിലെ പല പല ഫുഡുകളുണ്ടായിരുന്നു. അങ്ങനെ അതേ നമ്മൾ ഫസ്റ്റ് തന്നെ ചെന്ന സ്ഥലത്ത് തന്നെ നമുക്ക് എന്താ പറയുക ഷവർമ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഷവർമ കണ്ടപ്പോൾ അങ്ങനെ ഒരു കൊതി തോന്നി, നമുക്കെന്നാൽ ഷവർമ ഓർഡർ ചെയ്യാമെന്നും പറഞ്ഞാൽ അങ്ങനെ അത് നമ്മൾ ഓർഡർ ചെയ്തേ. അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്, സീറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഷവർമയൊക്കെ ഓർഡർ ചെയ്തു. അതിനുശേഷം നമ്മൾ വേറെ അടുത്ത ഒരു കൗണ്ടറിൽ നിന്ന് നമ്മൾ വേറൊരു ഫുഡ് ഓർഡർ ചെയ്തു. അങ്ങനെ പല ടൈപ്പ് ഫുഡുകൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഒരു കടയിൽ നിന്ന് തന്നെ അല്ല നമ്മൾ വാങ്ങിയത്, പല പല കടയിൽ നിന്നായിട്ടാണ് നമ്മൾ വാങ്ങിയത്. വെറൈറ്റി നോക്കാമല്ലോ, വെറൈറ്റി അല്ല, നമ്മൾ കഴിക്കണ തന്നെ മോഡൽ കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ പല പല കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ 2-3 ഫുഡുകളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ അത് കൂടാതെ ഇതൊക്കെ സ്വീറ്റ്സുകളും അതും ഇതൊക്കെയാണോ ഇങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് കുറേ ഫുഡുകളൊക്കെ. ഈ പബ്സും അതേമാതിരിയൊക്കെ പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ അതേ ഫസ്റ്റത്തെ ഫുഡ് ഇതാണ്. ഇതിങ്ങനെ നട്ട്സൊക്കെ ഇങ്ങനെ അരച്ചേർത്തിട്ടുള്ളൊരു ഫുഡാണ്ടോ, ഇതാണ്ടോ ഷവർമ തന്നപ്പോൾ പ്ലേറ്റ് ഷവർമയാണ്ടോ അവർ തന്നത്. നമ്മൾ ഉദ്ദേശിച്ച റോളായിരുന്നു, പക്ഷേ തന്നപ്പോൾ ഇങ്ങനെയായി പോയി. അത് നമ്മൾ ഓർഡർ ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, ഇങ്ങനെ വെജിറ്റബിളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തൊരു പാത്രത്തിലാക്കിയിട്ടാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളിരുന്ന് അത് റോളാക്കി എടുക്കേണ്ടി വരും കേട്ടോ. അങ്ങനെയാണ്. അങ്ങനെ അതേ ഫുഡുകളൊക്കെ കഴിച്ച് തുടങ്ങി. കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റുള്ളൂ, കാരണം നമ്മുടെ ടേസ്റ്റ് അല്ലല്ലോ ഷവർമക്കൊക്കെ. അപ്പോൾ അതേ ഒരു കേക്കിൻ്റെ പീസ് തന്നാണ്ടോ. അപ്പോൾ അവിടുത്തെ ഒരു ഫുഡ് കോർട്ടിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നതാണ്. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവരുടെ ഫുഡുകളൊക്കെ ഇങ്ങനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും കേട്ടോ. അപ്പം 3ാമത്തെ ഫുഡും വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഒരുപാട് വെജിറ്റബിളൊക്കെ ഉണ്ട് കേട്ടോ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ബീൻസ്, പിന്നെ അതുപോലെ ചിക്കൻ, റൈസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നമ്മളപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പം ജസ്റ്റ് അവിടുത്തെ കുറേ ഫോട്ടോസുകളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ എടുത്താണ്. ഫുഡ് അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്ക് ആ ടേസ്റ്റ് പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇത്തിരി ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ടേസ്റ്റൊക്കെ, എങ്കിലും കുഴപ്പമില്ലായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു എന്ന് തന്നെ പറയാം. ചില റെസ്റ്റോറൻറ്റുകളൊക്കെ ക്ലോസ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ നോക്കി വന്നപ്പോൾ ആ റെസ്റ്റോറൻറ്റൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ എന്താ ചെയ്യുക, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ച് ഇനിയിപ്പോൾ വണ്ടി ഇട്ടേക്കണ ഗ്യാരേജിലേക്ക് തന്നെയാണോ നമ്മൾ പോകുന്നത്. നല്ല അടിപൊളി ഒരു ടൗണാണോ ഇത്, നല്ല ഭംഗി, എല്ലാ ബിൽഡിങ്ങിനും ഒരേപോലത്തെ കളറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഇനിയിപ്പോൾ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഇനി ഒരു 2-2.5 മണിക്കൂറുണ്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക്. എന്തായാലും ഇന്നത്തെ ഒരു യാത്ര അടിപൊളിയായിരുന്നു, നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ട്രെയിനിൻ്റെ ഒരു സംഭവമുണ്ട്, അത് ഞാനിനി അടുത്ത ഭാഗമായിട്ട് ഞാൻ ഇടാം കേട്ടോ. അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ഉണ്ട്, അതുകൊണ്ടാണ്. ഇതിൽ പകർത്തി കഴിഞ്ഞാൽ പിന്നെ അതാകെ ഒരു ഇതായി പോകും, വീഡിയോ ഒരുപാട് ലെങ്തിയുമാവും. പിന്നെ അത് മാത്രമായിട്ട് കണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാട്ടോ ഞാനത് ഇതിൽ പകർത്താറുന്നത്. അപ്പോൾ ഈ ടൗണിൽ നമ്മൾ ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ല, ഇതൊക്കെ ഹോട്ടലാണ് കേട്ടോ, മാരിയറ്റാണിത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഉണ്ട് റെസ്റ്റോറൻറ്റുകളൊക്കെ. അപ്പോൾ അതേ ഞാൻ പോണ വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നു കേട്ടോ, ഒരു വെറൈറ്റി ലുക്കിൽ. ദേ റൈറ്റ് സൈഡിൽ കാണാണ്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ടേത്. എന്താണെന്നറിയാമോ, അതേ നോക്കിക്കുക, ഒരു കപ്പലിൻ്റെ ഷേപ്പിലാണ്ടോ ആ റെസ്റ്റോറൻറ്റ് ഇരിക്കണത്. ഇത് കണ്ടോ, അതിൻ്റെ മുകളിലും താഴെയും ഒക്കെ ആളുകൾ ഇന്നിങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. താമസമൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ, എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ആമിഷ് വില്ലേജിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫാമിലീസിലോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അമേരിക്കയിലെ പുതിയ വീഡിയോയുമായിട്ട് പുതിയ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.